ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 14 ശ്ലോകം 3. കർദവന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേലി സരോജപാണി പത്മം അഫിതോലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം അസിത ഉല്ലസിത ആനനം അസിതോല്ലസിതാനനം വിഭോത്വം വപുഹു ആവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം അസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഹേ വിഭോത്വം, സർവവ്യാപിയായ ഭഗവാനെ, നിന്തിരുവടി ഗരുഡോപരി, ഗരുഡന്റെ പുറത്ത് കയറി, കാളമേഘ കമ്രം, മഴക്കാറ് പോലെ മനോഹരവും, വിലസത് കേളി സരോജ പാണിപത്മം, കളിത്താമരപ്പൂ കയ്യിലെടുത്തിരിക്കുന്നതും, അസിതോല്ലസിതാനനം, അസിത പറയുമ്പോൾ പുഞ്ചിരിയാണ്, ഉല്ലസിതാനനം പറയുമ്പോൾ പുഞ്ചിരിപ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വപുഹു സ്വരൂപം, കർദമായ കർദമന് ആവിഷ്കുരുഷേസ്മ പ്രത്യക്ഷമാക്കി. സർവവ്യാപിയായ ഭഗവാനെ, നിന്തിരുവടി ഗരുഡന്റെ പുറത്ത് കയറി, മഴക്കാറ് പോലെ മനോഹരവും, കളിത്താമരപ്പൂ കയ്യിലെടുത്തിരിക്കുന്നതും, പുഞ്ചിരിപ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ സ്വരൂപം കർദമന് പ്രത്യക്ഷമാക്കി. കർദമൻ ഏതു രൂപത്തിൽ ഹരിയെ ധ്യാനിച്ചിരുന്നുവോ ആ രൂപമാണ് ഇവിടെ പ്രത്യക്ഷമായത് എന്നിവിടെ ഈ വിവരണം കൊണ്ട് അറിയണം. അതായത് ഇതുപോലെ തന്നെയാണ് ഭഗവാൻ ആർക്കും തങ്ങളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും ഭഗവാന്റെ ദർശനം ഉണ്ടാവുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏത് രൂപത്തിൽ നമ്മൾ ധ്യാനിച്ചാലും അതെല്ലാം ഭഗവാൻ തന്നെയാണ്. ആ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകും എന്നാണ് പറയുന്നത്. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം അസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം അസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം അസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.